ആഭ്യന്തരമന്ത്രിയായി ചുമതലയേറ്റ ശേഷം രമേശ് ചെന്നിത്തല ആദ്യമായി കണ്ണൂരിലെത്തുമ്പോൾ സ്വന്തം വകുപ്പിലെ ദുരിതങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കണ്ണൂരിലെ ഒരുപറ്റം പോലീസ് ഉദ്യോഗസ്ഥർ. കഴിഞ്ഞ 10 വർഷമായി പിണറായി വിജയന്റെ പണ്ഡ്യാല മുക്കിലെ വസതിക്ക് മുന്നിൽ ഒരു പോലീസ് ജീപ്പും ഏതാനും പോലീസുകാരും സ്ഥിരമായി കാവൽ കിടക്കുന്നുണ്ട്. പെരുമഴയത്തും കൊടും ചൂടിലും ആ പഴയ ജീപ്പിൽ അഭയം തേടുകയേ ഈ ഉദ്യോഗസ്ഥർക്ക് നിവൃത്തിയുള്ളൂ. പിണറായി അധികാരത്തിലെത്തിയത് മുതൽ തുടങ്ങിയതാണ് പോലീസുകാരുടെ ഈ നരകയാതന. പുതിയ കെട്ടിടത്തിലേക്ക് പിണറായി പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനം പൂർണ്ണമായും മാറ്റിയിട്ടും ഈ പാവങ്ങളുടെ ജീപ്പ് സ്റ്റേഷൻ മാത്രം പിണറായി വിജയന്റെ വീട്ടുപടിക്കൽ നിന്ന് മാറ്റാൻ പാർട്ടി സമ്മതിച്ചില്ല. മുഖ്യമന്ത്രി പദവി ഒഴിഞ്ഞ് പ്രതിപക്ഷ നേതാവായിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഈ പോലീസുകാരുടെ ഡ്യൂട്ടി അവിടെ തന്നെയാണ്. സ്റ്റേഷനുകളിൽ ക്രമസമാധാന പാലനത്തിനും ജനങ്ങൾക്ക് സുരക്ഷ നൽകാനും പോലീസുകാർ ഇല്ലാതെ വലയുമ്പോഴാണ് യാതൊരുവിധ ദാക്ഷിണ്യവുമില്ലാതെ പ്രതിപക്ഷ നേതാവിന്റെ വീട്ടുപടിക്കൽ സേനാംഗങ്ങളെ വെറുമൊരു റെസിഡന്റ് ഡ്യൂട്ടിയുടെ പേരിൽ തളച്ചിട്ടിരിക്കുന്നത്. ഈ പോലീസുകാർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാതെ ജീപ്പിൽ കിടന്നുറങ്ങേണ്ടി വരുന്ന ദുരവസ്ഥ മുൻ ഭരണാധികാരി കണ്ടില്ലെന്ന് നടിച്ചതാണ്. ഇനിയെങ്കിലും പുതിയ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഈ വിഷയത്തിൽ കർശനമായി തന്നെ ഇടപെടണം. പോലീസുകാരെ ഒരു വ്യക്തിയുടെ മാത്രം ആവശ്യങ്ങൾക്കായി വെറുതെ കാവൽ കിടത്തി നശിപ്പിക്കാതെ അവരെ ജനങ്ങൾക്ക് ആവശ്യമുള്ള സ്റ്റേഷനുകളിലേക്ക് മാറ്റി കൃത്യമായ ഡ്യൂട്ടി നൽകുകയാണ് ഇനി ചെയ്യേണ്ടത്. ഇത്തരം വിവേചനങ്ങളും പീഡനങ്ങളും അവസാനിപ്പിക്കാൻ പുതിയ ആഭ്യന്തര വകുപ്പിന് സാധിക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ വിശ്വസിക്കുന്നത്. രമേശ് ചെന്നിത്തലയുടെ വരവോടെ പണ്ഡ്യാല മുക്കിലെ ഈ അടിമപ്പണിക്ക് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. പിണറായി വിജയന്റെ വീട്ടുപടിക്കൽ കാവൽ കിടക്കുമ്പോൾ കണ്ണൂരിലെ പ്രധാന പോലീസ് സ്റ്റേഷനുകൾ അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാതെ തകരുകയാണ്. മയ്യിൽ പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞ 16 വർഷമായി പ്രവർത്തിക്കുന്നത് ഒരു പഴയ വാടക കെട്ടിടത്തിലാണ്. കാലവർഷത്തിൽ ചോർന്നൊലിക്കുന്ന മേൽക്കൂരയ്ക്കുള്ളിലിരുന്നാണ് അവിടുത്തെ പോലീസുകാർ ജനങ്ങൾക്ക് നീതി നടപ്പാക്കുന്നത്. പുതിയ സ്റ്റേഷൻ കെട്ടിടത്തിന്റെ നിർമ്മാണം വർഷങ്ങളായി നീണ്ടുപോവുകയാണ്. ഇതിനു പുറമെ പ്രവർത്തന പരിധിയിലുള്ള മട്ടന്നൂർ പോലീസ് സ്റ്റേഷന്റെ അവസ്ഥയും മറ്റൊന്നല്ല. വെറും 60 പോലീസുകാർ മാത്രമാണ് ഇത്രയും വലിയൊരു പരിധി നിയന്ത്രിക്കാൻ അവിടെയുള്ളത്. മട്ടന്നൂർ സ്റ്റേഷൻ വിഭജിച്ച് ചാവശ്ശേരിയോ ചാലോടോ കേന്ദ്രമാക്കി പുതിയൊരു പോലീസ് സ്റ്റേഷൻ വേണമെന്നത് വർഷങ്ങളായുള്ള ആവശ്യമാണ്. ഇതിനെല്ലാം പുറമെ ഭൂരിഭാഗം പോലീസ് സ്റ്റേഷനുകളുടെയും മുന്നിൽ വിവിധ കേസുകളിൽപ്പെട്ട വാഹനങ്ങൾ കുന്നുകൂടി തൊണ്ടിമുതലുകൾ തുരുമ്പെടുത്ത് നശിക്കുകയാണ്. ഈ വാഹനങ്ങൾ മാറ്റാൻ കൃത്യമായ ഒരു നയം ഉണ്ടാക്കണമെന്നതും പോലീസുകാരുടെ വലിയ ആവശ്യമാണ്. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന പിണറായി കഴിഞ്ഞ 10 വർഷക്കാലം ഈ പോലീസുകാരെ കണ്ടത് വേലക്കാരെ പോലെയാണ്. പോലീസുകാരുടെ ആത്മവിശ്വാസം തകർക്കുകയും അവരെ സ്വന്തം പാർട്ടി ആവശ്യങ്ങൾക്കും കാവൽ ഡ്യൂട്ടികൾക്കും മാത്രം ഉപയോഗിക്കുകയും ചെയ്ത പിണറായി വിജയന്റെ ആ പഴയ സ്വേച്ഛാധിപത്യ ശൈലിക്ക് ഇനി കേരളത്തിൽ സ്ഥാനമില്ല. പോലീസിനെ ജനപക്ഷ സേനയാക്കി മാറ്റാൻ പുതിയ ഭരണകൂടത്തിന് ഇനി കഴിയണം.